നമ്മൾ ഇസ്തിനാനെ കുറിച്ച് പഠിച്ച് ഇസ്തിന എന്ന് പറയുന്നത് മുസ്തസിനാ ബിക്ക് കലാമ് സ്ഥിരീകരണമാണെങ്കിൽ മുസ്തസിനാ ബിക്ക് എന്താക്കണം? നസ്ബ് ചെയ്യണം. ഇനിയോ കലാമ് മുസ്ബത്തല്ല, മൻഫി ആണെങ്കിൽ അത് മുസ്തസിനാ മിന്നു മുസ്തസിനാ ബിനെ ബദലാക്കിയിട്ട് എന്താക്കണം? ഉപയോഗിക്കണം. അപ്പൊ മാ ജാ അനിൽ കൗമു വന്നിട്ടില്ല. അപ്പോ കലാമ് മുസ്ബത്തല്ല, പിന്നെ ഏതാ കലാം? ഏതാ? മൻഫിയാണ്. അപ്പൊ ഇല്ലന്റെ ശേഷം വരുന്നതിന് ബദല് എന്നുള്ള നിലക്ക് റഫഅ ചെയ്യണം. ഇനി കൗമാണെങ്കിൽ സൈദൻ എന്ന് വായിക്കണം. കൗമിന്നാണെങ്കിലോ സൈദിൻ എന്ന് വായിക്കണം. ഇനിയോ ഇനി അടുത്തത് പേജ് 86 ഞാൻ വായിക്കണത്. ഇത് ഖുർആനിലൊക്കെ കുട്ടിന് തേങ്ങടണ മാതിരി വരുന്ന നിയമങ്ങളാ. ബാബുൽ ഹുറൂഫി അല്ലത്തി തൻസിബു അൽ അഫ്ആലൽ മുസ്തഖ്ബില. എന്താ ബാബുൽ ഹുറൂഫി? ഇത് ചില അക്ഷരങ്ങളെ കുറിച്ച് പറയുന്ന ബാബാണ്. അല്ലത്തി എങ്ങനെയുള്ള അക്ഷരം? തൻസിബു നസബ യൻസിബു തൻസിബു. എന്താ അർത്ഥം? അവകൾ എന്ത് ചെയ്യും? ആർക്കാണ് നസ്ബ് ചെയ്യുക? അൽ അഫ്ആലൽ മുസ്തഖ്ബിലത. ആർക്കാണ് നസ്ബ് ചെയ്യുക? മുസ്തഖ്ബിലായ ഫിഇലിന്. അതെന്ന് പറഞ്ഞാൽ മുസ്തഖ്ബിൽ പറഞ്ഞാൽ ഫ്യൂച്ചർ. മുസ്തഖ്ബിലായ ഫിഇലിന് നസ്ബ് ചെയ്യുന്ന ചില അക്ഷരങ്ങൾ അത് നമ്മൾ മുമ്പ് പഠിച്ചിരിക്കണ. ഏതൊക്കെ? അന്ന്, ലന്ന്, കൈ, ഇദൻ, വഹിയ. ആ അക്ഷരങ്ങൾ ഏതാണ്? ഒന്ന് അന്നാണ്, വലൻ രണ്ടാമത്തത് ലന്നാണ്, വകൈ മൂന്നാമത്തത് കയ്യാണ്, വ ഇദൻ നാലാമത്തത് ഇദൻ എന്നാണ്. പക്ഷെ ആ ഇദൻ എന്നുള്ളത് നസ്ബ് ചെയ്യണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്. ഇദാ വഖഅത് സദ്റൽ കലാമി. ആ ഇദൻ എന്നുള്ളത് എവിടെ വരണം? സംസാരത്തിന്റെ തുടക്കത്തിൽ വരണം. സംസാരത്തിന്റെ തുടക്കത്തിൽ വരണം. എന്താ ഈ സദ്റുൽ കലാമി പറഞ്ഞ? തുടക്കം, സംസാരത്തിന്റെ തുടക്കം. നോക്കിക്കോളി. ഉദാഹരണം അതിന് വന്നാണ് മദ്രസയിൽ സദറില്ലേ? മദ്രസയിൽ സദർ ഉസ്താദ് ഉണ്ടാവൂലേ? ഉസ്താദ് പറഞ്ഞ തല, തുടക്കം. അതിന് വന്നാണ് സദർ ഉസ്താദ്, സദർ മുദരീസ് പറയുന്നത്. തഖൂലു നിനക്ക് പറയാം, ഉരീദു അൻ തഖൂമാ നീ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ തഖൂമ നീ നിൽക്കുവാൻ. അവിടെ നമ്മളെ ചർച്ച അവിടെ അൻ തഖൂമ. എന്താ മുസ്തഖബിൽ പറഞ്ഞ? ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? നിന്നിട്ടില്ല, പിന്നീടാ നിൽക്കുള്ളൂ. അപ്പൊ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ തഖൂമ നീ നിൽക്കാൻ. അവിടെ കണ്ട അന്നി എന്നുള്ളത് ഖാമ യഖൂമു തഖൂമു. അന്നി വരുമ്പോ എങ്ങനെ വായിക്കണം? തഖൂമ നസ്ബ് ചെയ്തു. അന്നർഫി നാസിബ്, തഖൂന ഫിഇലുൻ മുളാരിഉൻ മൻസൂബുൻ ബിൽ ഫത്ഹതി. അതേപോലെ
വലം തകൂമ നീ നിൽക്കുകയില്ല. കണ്ട, ലൻ തകൂമ, ഈ ലെൻ ആർക്ക് നസ്ബ് ചെയ്തു? തകൂമ, കാമ യകൂമു തകൂമു, തകൂമ നീ നിൽക്കുകയില്ല. അതേപോലെ വകൈ തകൂമ നീ നിൽക്കാൻ വേണ്ടി, വേണ്ടി. കാമ യകൂമു തകൂമു, കൈ വരുമ്പോ കൈ തകൂമ, കയ്യർഫി നാസിബ്, തകൂമ ഫിഅലുൻ മുദാരിഉൻ മൻസൂബുൻ ബിൽ ഫത്ഹ. ആയത്തതാ പറയുന്നത്. ഖാലല്ലാഹു തആല, അല്ലാഹു പറയുന്നു, അയതുമഉ കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുദ്ഖല ജന്നത നഈം. അയതുമഉ കുല്ലു ഇംറിഇൻ മിൻഹും അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ടോ? എന്തിന്? അൻ യദ്ഖുല ജന്നത നഈം, അവൻ എവിടെ പ്രവേശിക്കാൻ? സുഖാനുഭൂതിയുടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവരിൽ ഓരോരുത്തരും എന്താക്കുന്നുണ്ടോ? ഉദ്ദേശിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളെ ചർച്ച എവിടെ? അയ്യദ്ഖുല, ദഖല യദ്ഖുലു, അന്ന് വരുമ്പോ യദ്ഖുല. അപ്പൊ അന്ന ആർക്ക് നസ്ബ് ചെയ്തു? യദ്ഖുല എന്നുള്ള മുദാരിക്ക് നസ്ബ് ചെയ്തു. ഖാലല്ലാഹു തആല, വീണ്ടും അല്ലാഹു പറഞ്ഞു, ഇന്നാ തീർച്ചയായിട്ടും ഞങ്ങൾ, ലൻ നദ്ഖുലഹ ഞങ്ങൾ ആ നാട്ടിൽ പ്രവേശിക്കുകയില്ല, അബദൻ ഒരു കാലത്തും പ്രവേശിക്കൂല. നമ്മളെ ചർച്ച എവിടെ? ലൻ നദ്ഖുല, ഇന്നാ തീർച്ചയായിട്ടും നാം, ലൻ നദ്ഖുല നാം പ്രവേശിക്കൂല. ലൻ ഹർഫി നാസിബ്, തദ്ഖുല ഫിഅലുൻ നദ്ഖുല ഫിഅലുൻ മുദാരിഉൻ മൻസൂബുൻ ബിൽ ഫത്ഹത്തി. അപ്പൊ ഇന്നു അന്നു ആയി, ലന്നു ആയി. ഇനി ഖാലല്ലാഹു തആല, അല്ലാഹ് പറയുന്നതാ, കൈ തഖറ ഐനുഹ, ഐ കൈ തഖറ ഐനുഹ അവളുടെ കണ്ണ് കുളിർക്കാൻ വേണ്ടി. മൂസാ നബിന്റെ അമ്മക്ക് നമ്മൾ ആരെ തിരിച്ചു കൊടുത്തു? മൂസാ നബിനെ തിരിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? കൈ തഖറ, എങ്ങനെ തഖിറ തഖറ, കൈ തഖിറ ഐനുഹ അവളുടെ കണ്ണ് കുളിർക്കാൻ വേണ്ടി. കറ യകുറു തഖുറു, കൈ വരുമ്പോ എങ്ങനെ വായിക്കണം? തഖുർ തഖുറ എന്ന് വായിക്കണം. കാരണം കറ യകുറു തഖുറു എന്ന മുദാരിയാണ്. ആ മുദാരിക്ക് ആര് നസ്ബ് ചെയ്തിട്ടുണ്ട്? കൈ എന്ന അക്ഷരം നസ്ബ് ചെയ്തിട്ടുണ്ട്. ഇത് നാലാമത്തതാണ് ഇതൻ. വഅമ്മ ഇതൻ, അപ്പോൾ ഇതൻ എന്നുള്ളത്, വഹിയ ആ ഇതൻ എന്നത്, തൻസിബു അതാർക്ക് നസ്ബ് ചെയ്യും? മുസ്തഖ്ബലും മുദാരിയായ ഫീലിന് നസ്ബ് ചെയ്യും. എപ്പോ? ഇദാ വഖഅത്ത്, ആ ഇദൻ സംഭവിച്ചാൽ, സദ്റൽ കലാമി ഒരു സംസാരത്തിന്റെ തുടക്കത്തിൽ സംഭവിച്ചാൽ, ജവാബൻ മറുപടിയായിട്ട് സംഭവിച്ചാൽ. കേട്ടോ, അതെല്ലായിടത്തും ഇദൻ എന്നുള്ളത് ആർക്ക് നസ്ബ് ചെയ്യൂല? മുദാരിയായ ഫീലിന് നസ്ബ് ചെയ്യൂല. ഇദൻ എന്നുള്ളത് നസ്ബ് ചെയ്യണമെങ്കിൽ എന്താക്കണം? അത് തുടക്കത്തിൽ വരണം. ഒരു ചോദ്യത്തിനുള്ള എന്തായിട്ടും വരണം? ജവാബായിട്ടും വരണം. അതാണ് പറയുന്നത്. ഞാൻ വായിക്കണം, മനസ്സിലായില്ലെങ്കിൽ പറയണം. വഅമ്മ ഇദൻ, അപ്പോൾ ഇദൻ എന്നുള്ളത്, ഫഹിയ ആ ഇദൻ, തൻസിബു അത് മുദാരിയായ ഫീലിന് നസ്ബ് ചെയ്യും. ഇദാ വഖഅത്ത് ആ ഇദൻ സംഭവിച്ചാൽ, സദ്റൽ കലാമി സംസാരത്തിന്റെ തുടക്കത്തിൽ സംഭവിച്ചാൽ എന്തായിട്ട് സംഭവിക്കണം? ജവാബൻ
മറുപടിയായിട്ട് സംഭവിക്കണം. ആരോട്? ലിമങ്കാല പറഞ്ഞവൻ എന്തായിട്ട് വരണം? മറുപടിയായിട്ട് വരണം. എന്താ പറഞ്ഞത്? ജിഅ്തുക, ഞാൻ നിന്റെ അടുക്കൽ വന്നു. ഔ നഹ്വഹാദ, അല്ലെങ്കിൽ ഇത് പോലത്തെ എന്തെങ്കിലും പറയാം. അപ്പൊ ഞാൻ എന്നോട് എന്ത് പറഞ്ഞു? ജിഅ്തുക, ഞാൻ ഇതാ നിന്റെ അടുക്കൽ വന്നു. ഞാൻ നിന്റെ അടുക്കൽ വന്നു. അപ്പൊ ഫതഖൂലു, എന്നോട് ഇപ്പൊ ഒരാൾ പറയാണ് എന്ത്? അഹമ്മദിനോട് ഞാൻ പറയാണ് ജിഅ്തുക, അഹമ്മദെ ഞാൻ നിന്റെ അടുക്കൽ വന്നു. ഔ നഹ്വഹാദ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും പദങ്ങള്. അപ്പൊ ഫതഖൂലു, അപ്പൊ അഹമ്മദ് എന്നോട് പറയാണ് ഇദൻ ഉകിരിമക, അങ്ങനെ നീ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിന്നെ എന്താക്കും? ആദരിക്കും, ബഹുമാനിക്കും. അതാ ഇദൻ, അപ്പോൾ, ഉകിരിമ, കണ്ടോ? അക്റമ, യുകിരിമു, തുകിരിമു, ഉകിരിമു മുലാരിയ. ആ മുലാരിയ ഫീൽഡിനെ ആര് നസ്ബ് ചെയ്തു? ഇദൻ എന്നതിന് നസ്ബ് ചെയ്തു. അതാ ഇദൻ, അപ്പോ, ഉകിരിമ, ഞാൻ ബഹുമാനിക്കും, നിന്നെ, ഞാൻ നിന്നെന്താക്കും? ബഹുമാനിക്കും. അപ്പൊ അത് ചോദ്യമാണ്, ചോദ്യത്തിന്റെ മറുപടിയാണ്. തുടക്കത്തിലും വന്നിക്കണ്. കാരണം മറുപടിയിലെ തുടക്കത്തിൽ തന്നെ ഏതാ ഉള്ളത്? മറുപടിയുടെ ഇദൻ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ആ ഇദൻ എന്നുള്ളത് എവിടെ വരണം? സംസാരത്തിന്റെ തുടക്കത്തില് വരണം. അതിന്റെ മുമ്പ് വേറെ ഒന്നും ഉണ്ടാകരുത്. ഇദൻ എന്നുള്ളത് മുലാരിയായ ഫീലിന് നസ്ബ് ചെയ്യണമെങ്കിൽ അത് സംസാരത്തിന്റെ എവിടെ തന്നെ വരണം? തുടക്കത്തിൽ തന്നെ വരണം. അവസാനം വന്നാലും പറ്റൂല, നടുവിൽ വന്നാലും പറ്റൂല. എവിടെ തന്നെ വരണം? ഫീ ബിദായത്തിൽ കലാമി. എവിടെ വരണം? തഖൂലു, അപ്പോൾ നീ പറയും ഇദൻ, അപ്പ, ഉകിരിമക, ഞാൻ നിന്നെ ബഹുമാനിക്കും. ഫഹിയ, ആ ഇദൻ, ഫീ ഹാദൽ മൗദിഇ, ഈ സ്ഥലത്ത്, തൻസിബു, ആ ഇദൻ മുദാരിഅ ഫീൽ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. ഈ സ്ഥലത്ത് പറഞ്ഞാൽ എവിടെയാണ് ഈ സ്ഥലം തന്നോട് ഉദ്ദേശിക്കുന്നത്? സംസാരത്തിന്റെ എവിടെ? തുടക്കത്തില്. അതാ ഫഹിയ, ആ ഇദൻ, ഫീ ഹാദൽ മൗദിഇ, ഈ സ്ഥലത്ത്, തൻസിബു, ആ ഇദൻ എന്നത് നസ്ബ് ചെയ്യും. ഇഞ്ഞോ ഫഇൻ ഖദ്ദംത, നീ മുന്തിച്ചാൽ. ഖദ്ദമ, മുന്തിച്ചു. ഖദ്ദംത എന്നാൽ എന്താ അർത്ഥം? നീ മുന്തിച്ചു. അപ്പൊ എന്താ അർത്ഥം? ഫൈൻ, നീ മുന്തിച്ച, ആ ഇദനേക്കാൾ. അലിഹാറിന് എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ ഇദൻ. അപ്പൊ എന്താ അർത്ഥം? ഫൈൻ ഖദ്ദംത, നീ മുന്തിച്ചു, അലൈഹ, ആ ഇദനേക്കാൾ നീ മുന്തിച്ചു, ഷൈഅൻ, എന്തിനെങ്കിലും മുന്തിച്ചു എന്ന് പറഞ്ഞാൽ ഇദന്റെ മുമ്പ് വേറെ എന്താ വന്നു? ഇദന്റെ മുമ്പ് എന്ത് വന്നു? വേറെ എന്തോന്ന് വന്നു. എന്നാൽ ആ ഇദൻ എന്ത് ചെയ്യൂല? മുദാരിഅ ഫീലിന് എന്ത് ചെയ്യൂല? നസ്ബ് ചെയ്യൂല. അതാ ഫഇൻ ഖദ്ദംത, നീ മുന്തിച്ചാൽ, അലൈഹ, ആ ഇദനേക്കാൾ നീ മുന്തിച്ചു, ഷൈഅൻ, എന്തെങ്കിലും ഒരു കാര്യം മുന്തിച്ചാൽ. ഏതുപോലെ? നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ, അന ഇദൻ ഉകിരിമക എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പ്രശ്നം? ഇദന്റെ മുമ്പ് ആര് വന്നു? അന. അതാണ് പറയണേ. അതാ ഫൈൻ ഖദ്ദംത, നീ മുന്തിച്ചാൽ, അലൈഹ, ആ ഇദനേക്കാൾ, ഷൈഅൻ, വേറെ വല്ലതിനെയും നീ മുന്തിച്ചാൽ, നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ,
അന ഇദൻ ഉകിരിമുക എന്ന് പറഞ്ഞാൽ ബത്തല അമലുഹ, ആ ഇദന്റെ അമല് ബാത്തിലായി. എന്താ ബത്തല അറിഞ്ഞ? എന്താ ബാത്തിലായി? അമലുഹ, ആരുടെ അമല്? ഇദന്റെ അമല് ബാത്തിലായി. എന്തുകൊണ്ടാ ഇവിടെ ഇദന്റെ അമല് ബാത്തിലാകാൻ കാരണം? ഇദൻ എന്നുള്ളതിന്റെ മുമ്പ് ആര് വന്നു? അന വന്നു. അപ്പൊ അതുകൊണ്ട് ഇദൻ അമലുണ്ടാവൂല. അപ്പൊ ഇദൻ എന്നുള്ളത് മുളാരിയായ ഫീലിന് അമല് നസ്ബ് ചെയ്യണമെങ്കിൽ അത് ജവാബായിട്ട് വരണം, സെന്റൻസിന്റെ തുടക്കത്തിൽ വരണം. അതിനേക്കാൾ മറ്റൊന്നും എന്താക്കാൻ പാടില്ല? മുന്തിക്കാൻ പാടില്ല. പിന്നെ അപ്പൊ എന്താ പങ്ങളിപ്പോ പഠിച്ചേ? അന്ന്, ലന്ന്, കൈ, ഇദൻ ഈ അക്ഷരങ്ങൾ തൻസീബുൽ ഫിഇലൽ മുളാരിയൽ മുസ്തഖ്ബിലായ ഫീലിന് നസ്ബ് ചെയ്യും. മുസ്തഖ്ബിലായ ഫീലിന് നസ്ബ് ചെയ്യും. അതില് ഇദൻ എന്നുള്ളതിന് മാത്രം ഒരു നിബന്ധന ഉണ്ട്. എന്താണ് ആ നിബന്ധന? ആ ഇദൻ എന്നുള്ളത് സംസാരത്തിന്റെ തുടക്കത്തിൽ വരണം, ഒരു മറുപടിയായിട്ട് വരണം. അതിനേക്കാൾ മറ്റൊന്നും എന്താക്കാൻ പാടില്ല? മുന്താൻ പാടില്ല. ആ ഇദന്റെ മുമ്പ് എന്തെങ്കിലും മുന്തിക്കഴിഞ്ഞാൽ ആ ഇദൻ എന്നതിന് അവിടെ ഏതുണ്ടാവൂല? അമല് ഉണ്ടാവൂല. എന്താ അമല് ഉണ്ടാവൂല പറഞ്ഞ? ആ ഇദൻ എന്ത് ചെയ്യൂല? നസ്ബ് ചെയ്യൂല. അപ്പൊ അന ഇദൻ ഉകിരിമക്ക എന്ന് പറയാൻ പാടില്ല. ഇതിനേക്കാൾ അനനെ മുന്തിച്ചാൽ എങ്ങനെ വായിക്കണം? അന ഇദൻ ഉകിരിമുക. എന്തുകൊണ്ട്? ആ ഇദൻ എന്നുള്ളതിന്റെ മുമ്പ് ആര് വന്നു? അന വന്നു. ഇനി പറയണത് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഖുർആനിലൊക്കെ എപ്പോഴും കാണാം ഈ സ്ഥലങ്ങൾ. ചില സ്ഥലങ്ങളിൽ അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. എന്താണ്? അന്ന് മുളാരിയായ പേരിന് നസ്ബ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആരെ കാണാൻ പാടില്ല? അന്നിനെ കാണാൻ പാടില്ല. അന്ന് മറയല് നിർബന്ധ. ആ അന്ന ഒരിക്കലും പുറത്തേക്ക് വരൂല. അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നോയിക്കോളി, ഫസ്ലുൻ, ഇതൊരു അധ്യായമാണ്. ഇതൊക്കെ വായിച്ച് പഠിച്ചുള്ളതുകൊണ്ട് വെറുതെ എന്നെ കൊണ്ട് ഇങ്ങനെ വായിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫലം കിട്ടൂല. ഇതൊക്കെ നിങ്ങൾ തന്നെ തർക്കീബ് ഇറാബൊക്കെ ഒപ്പിച്ച് വായിച്ച് പഠിക്കണം. വതുളുമറു അൻ, അന്നിനെ മറക്കപ്പെടും. വതുളുമറു അൻ എന്താർത്ഥം? അന്നിനെ മറക്കപ്പെടും. അൽമറ, യുൽമിറു, തുൽമിറു, തുളുമറു. അപ്പൊ എന്ത് ഫീല? വതുളുമറു അൻ, അന്നിനെ മറക്കപ്പെടും. അപ്പൊ തുളുമറു ഫിഇലുൽ ലാ യുസമ്മ ഫായിൽ, അൻ നായിബ് ഫായില്. അൻ എന്നുള്ളതാണ് ഏത്? പറയണ മനസ്സിലായോ? തുളുമറു എന്നുള്ളത് ഫിഇലുൽ ലാ യുസമ്മ ഫായില്, അൻ എന്നുള്ളതാണ് ഏത്? നായിബ് ഫായില്. അതെന്താ? വതുളുമറു അൻ, അന്നിനെ ചില പദങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ചില പദങ്ങൾക്ക് ശേഷം
അന്ന് മറയൽ നിർബന്ധമാണ്. ആ അന്ന് ആർക്ക് നെസ്ബ് ചെയ്തിട്ടുണ്ടാവും? മുളാരിയായ ഫീലിന് നെസ്ബ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ കണ്ണുകൊണ്ട് ആരെ കാണൂല? നമ്മളെ കണ്ണുകൊണ്ട് ആരെ കാണൂല? അന്നിനെ കാണൂല. അന്ന് അവിടെ മറഞ്ഞ് നിൽക്കൽ നിർബന്ധാണ്. ആ അന്ന് എവിടേക്ക് വരാൻ പാടില്ല? പുറത്തേക്ക് വരാൻ പാടില്ല, വെളിവാകാൻ പാടില്ല. അതാവാ തുളുമറു അന്നിനെ മറക്കപ്പെടും. ബഅദ കലിമാത്തിൻ ചില പദങ്ങൾക്ക് ശേഷം ഫതൻസിബു അപ്പോൾ ആ അന്നി നസ്ബ് ചെയ്യും അൽ ഫിഇലൽ മുസ്തഖ്ബില. ആർക്ക് നസ്ബ് ചെയ്യും? മുസ്തഖ്ബിലായ ഫിഇലിന് നസ്ബ് ചെയ്യും. ഫതൻസിബു അവിടെ മജ്ഹൂലല്ല ട്ടോ, മഅറൂഫ. നസബ യൻസിബു തൻസിബു. അപ്പോൾ ആ അന്നി നസ്ബ് ചെയ്യും അൽ ഫീലൽ മുസ്തഖ്ബില. ആർക്ക് നസ്ബ് ചെയ്യും? മുസ്തഖ്ബിലായ ഫീലിന് നസ്ബ് ചെയ്യും. ഏതൊക്കെയാണ് ആ പദങ്ങൾ എന്ന് പറഞ്ഞല്ലോ? ഏതൊക്കെയാണ് ആ പദങ്ങള്? വഹിയ ആ പദങ്ങൾ ലാമുൽ ജർരി ഒന്ന് ജറിന്റെ ലാമാണ് എന്ന് പറഞ്ഞാൽ ജറ് ചെയ്യുന്ന ലാമിന്റെ ശേഷം അന്ന് മറഞ്ഞ് മുളാരിയായ ഫിഇലിന് നസ്ബ് ചെയ്യും. ഖുർആനിൽ കൊട്ട കണക്കിന് കാണാം. ലിയജ്അല, ലിയഹ്മില. അവിടൊക്കെ എന്താ? ആ ജറ് ചെയ്യുന്ന ലാമിന്റെ ശേഷം ആര് മറഞ്ഞിക്കണേ? അന്ന് മറഞ്ഞിക്കണ്. അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യാണ്. അന്ന് അവിടെ പുറത്തു വരാൻ പാടില്ല. ഏതൊക്കെയാണ്? ഒന്ന് ലാമുൽ ജർരി, ഇതിന്റെ ശേഷം ജറ് ചെയ്യുന്ന ലാമിന്റെ ശേഷം അന്ന് മറഞ്ഞ് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യും. രണ്ടാമത്തത് വഹത്ത, ഇതിന്റെ ശേഷം ഹത്തന്റെ ശേഷം. വൽവാവു മൂന്നാമത്തത് ഇതിന്റെ ശേഷം വാവിന്റെ ശേഷം. അല്ലത്തി എങ്ങനെയുള്ള വാവ്? ഹിയലിൽ ജംഇ ബൈന ശൈഅൈനി രണ്ട് വസ്തുക്കൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി വരുന്ന വാവിന്റെ ശേഷം. അതങ്ങളെല്ലാരും ഇവിടെ തന്നെ അല്ലേ? ഞാൻ ഈ പറയണൊക്കെ നിങ്ങളെ മണ്ടേ കേറുന്നുണ്ടോ? പറയണൊക്കെ തിരിയുന്നുണ്ടോ? ഒരു അമീന്റെ ഒച്ച മാത്രമേ കേൾക്കണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മൂടി പോയിക്കണോ? എന്തേലൊക്കെ തിരിയുന്നുണ്ടോ? തിരിയുന്നുണ്ടോ? എന്താ നമ്മൾ പറഞ്ഞത്? ചില പദങ്ങൾക്ക് ശേഷം മുളാരിയായ ഫീലിന് ആര് മറഞ്ഞ് നസ്ബ് ചെയ്യും? അന്ന് മറഞ്ഞ് നസ്ബ് എന്ന് പറഞ്ഞാൽ അവിടെ നസ്ബ് തൊള്ള ഒളിച്ച് നിൽക്കുന്നുണ്ടാകും. പക്ഷെ നസ്ബ് ചെയ്ത് ആരെ കാണൂല? അന്നിനെ കാണൂല. അതിൽ ഒന്നാമത്തത് ലാമുൽ ജരി, ഇതിന്റെ ശേഷം ജറ് ചെയ്യുന്ന ലാമിന്റെ ശേഷം മുളാരിയായ ഫീലിന് അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യും. പഠിച്ചേക്കണം. ഖുർആനിൽ എപ്പോഴും കാണാം. അവിടെ ലാമുണ്ടാകും, അന്നു പിന്നെ നസ്ബ് ഉണ്ടാവും, അന്നിനെ കാണൂല. അപ്പൊ നമ്മൾ അവിടെ എന്ത് പഠിച്ചേക്കണം? ജറ് ചെയ്യുന്ന ലാമിന്റെ ശേഷം മുളാരിയായ ഫീലിന് ആര് മറഞ്ഞ് നസ്ബ് ചെയ്യും? അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യും. രണ്ടാമത്തത് ഹത്ത എന്നുള്ളതിന്റെ ശേഷം. ഇതിന്റെ ശേഷം ഹത്ത എന്ന പദത്തിന്റെ ശേഷം മുളാരിയായ ഫീലിന് അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യും. മൂന്നാമത്തതോ വൽവാവു, ഇതിന്റെ ശേഷം ലാമിന്റെ ശേഷം അല്ല വാവിന്റെ ശേഷം, വാവിന്റെ ശേഷം അന്ന് മറഞ്ഞ് ആർക്ക് നസ്ബ് ചെയ്യും? മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യും. അല്ല എങ്ങനത്തെ വാവ്? ആ വാവ്
ലിൽ ജംഇ ബൈന ഷൈഅൈനി, രണ്ട് വസ്തുക്കൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടാനുള്ള വാവ്. രണ്ട് എന്താ പറഞ്ഞു? രണ്ട് വസ്തുക്കൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടാനുള്ള വാവ് എന്ന് പറഞ്ഞാൽ വാവുൽ മഇയ്യ. ആ വാവിന്റെ അർത്ഥം എന്തേക്കാരാ? കൂടെ എന്നല്ല, കൂടെ എന്നുള്ള അർത്ഥമുള്ള വാവ്. അങ്ങനത്തെ ഒരു വാവിനെ കുറിച്ച് നമ്മൾ അർത്ഥം എവിടെ പഠിച്ചില്ല? എവിടെ കൂടെ എന്ന അർത്ഥം വരുന്ന ഒരു വാവിനെ കുറിച്ച് നമ്മൾ അതെ. എന്തിനെ കുറിച്ച് ഇനി ഓർമ്മ ഉണ്ടാർക്കെങ്കിലും? എന്തിനെ കുറിച്ച് ഇനി? മആന്നുള്ള അർത്ഥത്തോട് കൂടെ വരുന്ന ഒരു മഫ്ഊലിനെ കുറിച്ച് പഠിച്ചിനിയോ? അതന്നെ, ആ വാവുൽ മഇയ്യാണിത്. അതവിടെ രണ്ട് വസ്തുക്കൾക്കിടയിൽ ഒരുമിച്ച് കൂടാനുള്ള വാവ് എന്നതിന്റെ അർത്ഥതാ. ആ വാവിന് എന്തിന്റെ അർത്ഥയിക്കാരം? കൂടെ എന്ന അർത്ഥമയിക്കാരം. അപ്പൊ എത്രണ്ണായി? മൂന്നെണ്ണായി. നാലാമത്തത് വഉ എന്നുള്ള പദശേഷം മുളാരിയായ ഫീലിന് ആര് മറിഞ്ഞ് നസ്ബ് ചെയ്യും? അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്യും. ഇല്ലാ അൻ, ഇല്ല വാവിന് എന്തിന്റെ അർത്ഥയിക്കാരം? മഇയ്യത്തിന്റെ അർത്ഥാണ് പറഞ്ഞില്ലേ? അതേപോലെ ഔന് ചൂട് പൊട്ടുന്നുണ്ട്. ഔ ഇലാ അൻ, അല്ലെങ്കിൽ എന്തേക്കാരം ഔന്റെ അർത്ഥം? ഇലാ അൻ എന്നായിരിക്കും അർത്ഥം. അല്ലെങ്കിൽ അർത്ഥം എന്തേക്കാരം? ഇല്ലാ അൻ. പറഞ്ഞ തിരിഞ്ഞോ? ഔ എന്ന പദത്തിന് ശേഷം മുളാരിയായ ഫീലിന് അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യുമ്പോ ആ ഔക്ക് രണ്ടർത്ഥം ഉണ്ടാകാം. എന്തേക്കാരം? ഒന്നിരിക്കൽ ഇല്ലാ അൻ, ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ, അല്ലെങ്കിൽ ഇലാ അൻ വരെ. അപ്പോ ഔ എന്നുള്ളതിന്, ആ ഔ എന്നതിന് എത്ര അർത്ഥം ഉണ്ടാകണം? എത്ര അർത്ഥം ഉണ്ടാകാം? രണ്ടർത്ഥം ഉണ്ടാകാം. ഒന്നിരിക്കൽ ഇല്ലാ അൻ എന്നായിരിക്കും അവന്റെ അർത്ഥം, അല്ലെങ്കിലോ ഇലാ അൻ എന്നായിരിക്കും അവന്റെ അർത്ഥം. ഉദാഹരണം വരട്ടെ. അതേപോലെ വൽ ജവാബാതു സബ്ഉ, 7 ജവാബുകൾ വരാണ്ട്. എത്ര ജവാബ് മക്കളെ? 7 ജവാബ്. ആ 7 ജവാബുകൾക്ക് ശേഷവും അന്ന് മറഞ്ഞ് മുളാരിയായ ഫീലിന് എന്ത് ചെയ്യും? എന്ത് ചെയ്യും മക്കളെ? നസ്ബ് ചെയ്യും. ഇതാ ഓരോന്നിനും ഇതാ ഉദാഹരണം പറയണേ. അമ്മാ ലാമുൽ ജർരി, അപ്പോൾ ജർറ് ചെയ്യുന്ന ലാമിന്റെ ഉദാഹരണം. ഫക കൗലിക, അത് നിന്റെ വാക്ക് പോലെയാണ്. എന്താ ഫക കൗലിക പറഞ്ഞ? നിന്റെ വാക്ക് പോലെ ആണ്. എന്താണ് അതിന്റെ തർക്കീബ്? ഫക കൗലിക പറഞ്ഞോടുത്ത് ഫക കൗലിക, നിന്റെ വാക്ക് പോലെയാണ്. ഫാ ഉണ്ട് ഒഴിവാക്കി കളി. ഫാ എന്നുള്ളത് അമ്മ എന്നത് വന്നാൽ, അറബിയിലെ അമ്മ എന്നുള്ള പദമല്ലേ അമ്മ, നമ്മുടെ മലയാളത്തിലുള്ള അമ്മ, ആ പദം വന്നാൽ അതിന്റെ ബാക്കിൽ ഫാ ഉണ്ടാവും. അതാണ് ഫക കൗലിക്കാരനോടത്തുള്ള ഫാ. അപ്പൊ ഞിക്ക കൗലിക്ക, നിന്റെ വാക്ക് പോലെ. മറ്റിന്റെ തർക്കീബ് എന്താ? കൗലിക്ക, നിന്റെ വാക്ക് പോലെ. എന്താ തർക്കീബ്? കൗലിക്ക. ആരെങ്കിലും ഒരാൾ പറയും. കൗലിക്ക. ജാറ് മജ്റൂർ പ്ലസ് മുളാഫ്. മുളാഫ് ശരിയാണ്. കാഫ് ജാറാണ്.
കൗലി എന്നുള്ളത് മജറൂറുമാണ് മുലാഫുമാണ്. കാ എന്നുള്ളത് മുലാഫിലയാണ്. നോക്കോ, ജിഅ്തുക ഞാൻ നിന്റെ അടുക്കൽ വന്നു, ലിതുകിരിമനി നീ എന്നെ ആദരിക്കാൻ വേണ്ടി. ജിഅ്തുക എന്താ അർത്ഥം? ജിഅ്തുക ഞാൻ നിന്റെ അടുക്കൽ വന്നു. ജിഅ്തുക അറിഞ്ഞില്ല എന്തൊക്കെയുണ്ട്? ഫിഅല്, ഫായില്, മഫ്ഊല്. മഫ്ഊലുണ്ട്. ഇനി നോക്കിക്കോളി, ലിതുകിരിമനി നീ എന്നെ ആദരിക്കാൻ വേണ്ടി. കണ്ടോ, ലിതുകിരിമ അക്റമ യുകിരിമു തുകിരിമു. അപ്പൊ ലാമിന്റെ ശേഷം അവിടെ ആര് മറിഞ്ഞ് നസ്ബ് ചെയ്തിക്കണേ? അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്ത്. അവിടെ എങ്ങനെയുണ്ട് സത്യത്തില്? ലി അൻ തുകിരിമനി. ഒരു ലാമ് കണ്ടില്ല തുടക്കത്തില്? കണ്ടോ? ആ ലാമിന്റെ ശേഷം അവിടെ ആര് മറിഞ്ഞു കിടക്കുന്നുണ്ട്? അവിടെ എങ്ങനെയുണ്ട് ശരിക്ക്? നീ എന്നെ ബഹുമാനിക്കാൻ വേണ്ടി. അപ്പൊ എങ്ങനെ തർക്കീബ് പറയാ? ലാമർഫ് ജാറ് തുകിരിമ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബി അനിൽ മുളമറത്തി. ലാമർഫ് ജാറ് തുകിരിമ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബി ഫത്ഹത്തിൻ ളാഹിറത്തിൻ ബി അനിൽ മുളമറത്തി. എന്താ ബി അനിൽ മുളമറത്തി പറഞ്ഞ? മറിഞ്ഞുകൊണ്ട് മറക്കപ്പെട്ട അന്ന അവിടെ ഉണ്ട്. തുക്കിരിമ നീ ആദരിക്കാൻ വേണ്ടി ഫീലുണ്ട്. ആ തുക്കിരിമയിൽ ആരൊക്കെണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്. നീ എന്നെ, അതാണ് ഏത്? മഫൂല് മാത്രല്ല, തുകിരിമ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബിഫത്ഹത്തിൻ ളാഹിറ ബി അനിൽ മുളമറത്തി. നീ നൂൻ വികായ പിന്നെ യാ മുതകല്ലിം പിന്നെ മഫ്ഊലു ബി. നൂൻ വികായ യാ മുതകല്ലിം മഫ്ഊൽ. എന്താ വികായ എന്ന് പറഞ്ഞ? എന്താ വികായ എന്ന് പറഞ്ഞ? സംരക്ഷിക്കുക. ഫിഅലിൽ ജറ് വരുന്നതിനെ സംരക്ഷിക്കുന്ന നൂനിനാണ് എന്ത് എന്ന് പറയുന്നത്? നൂൻ വികായ. അപ്പൊ നമ്മളെ ചർച്ച ഇപ്പൊ ഇവിടെ എന്താ? ലി തുകിരിമ എന്ന് പറഞ്ഞു കൊടുത്ത് ആ ജറ് ചെയ്യുന്ന ലാമിന്റെ ശേഷം മുളാരിയായ ഫീലിന് ആര് മറഞ്ഞു നസ്ബ് ചെയ്തു? അന്ന് മറിഞ്ഞിട്ട് നസ്ബ് ചെയ്തു. ഐ ലി അൻ തുകിരിമനി എന്നാണ് അവിടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അന്ന് മറിഞ്ഞെടുക്കുന്നുണ്ട്. ഇതാ ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലം യകുനില്ലാഹു അല്ലാഹു ആയിട്ടില്ല, ലിയഗ്ഫിറ ലഹും അവർക്ക് പുറത്തു കൊടുക്കുന്നവനായിട്ടില്ല. ലം യകുൻ ലിയഗ്ഫിറ ലഹും. നമ്മളെ ചർച്ച എവിടെ നമ്മളെ ചർച്ച? എന്നുള്ള മുളാരിയായ ഫീലിന് ആര് മറഞ്ഞ് നസ്ബ് ചെയ്തു? അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്തു. ഇരിഞ്ഞോ? അതോ അന്തംഗമ്മികളായിരിക്കേ? തിരിയണില്ലേ? ആ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അമ്മ ഹത്ത, അപ്പോൾ ഹത്ത നമ്മൾ പഠിച്ചല്ലോ, ഹത്തന്റെ ശേഷവും മുളാരിയായ ഫീലിന് ആര് പറഞ്ഞ് നസ്ബ് ചെയ്യും? അന്ന് പറഞ്ഞ് നസ്ബ് ചെയ്യും. വയ്യ ആ ഹത്ത കമാ തഖൂലൂനി പറയും പോലെയാണ്. ജിഅ്തുക ഞാൻ നിന്റെ അടുക്കൽ വന്നു. ഏത് വരെ? ഹത്താ തുകിരിമനി
നീ എന്നെ ആദരിക്കുന്നത് വരെ, നീ എന്നെ ആദരിക്കുന്നത് വരെ. ഈ അത്തന്റെ അർത്ഥം വരെ എന്നാണ്. അറ്റം, അത്തന്റെ അർത്ഥം എന്താണ്? വരെ. അപ്പൊ എന്താ അർത്ഥം? ജിഅ്തുക, ഞാൻ നിന്റെ അടുക്കൽ വന്നു. ഹത്താ തുകിരിമനി, നീ എന്നെ ആദരിക്കുന്നത് വരെ. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? തുകിരിമ മുദാരിഅഫിൽ നസ്ബ് ചെയ്തു. ആരാണ് നസ്ബ് ചെയ്തത്? അന്ന്. അവിടെ എങ്ങനെയുണ്ട്? ഹത്താ അൻ തുകിരിമനി. അപ്പൊ ഹത്തന്റെ ശേഷം മുദാരിയായ ഫീലിന് ആര് മറഞ്ഞ് നസ്ബ് ചെയ്യും? അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യും. അതാവത്ത് തഖ്ദീറു, അവിടെ സങ്കൽപ്പിക്കല് ജിഅ്തുക ഹത്താ അൻ തുകിരിമനി. അവിടെ അന്ന് വിട്ടുപോയതാട്ടോ. ഹലോ, പറയണ കേൾക്കണുണ്ടോ? വത്തഖ്ദീറു, അവിടെ സങ്കൽപ്പിക്കേണ്ടത് എന്താണ്? ജിഅ്തുക ഹത്താ അൻ തുകിരിമനി എന്നുണ്ട്. അന്ന് പോയതാണ് അവിടെ. അപ്പോ അവിടെ അന്നുണ്ട്. ആ അന്നാണ് ആർക്ക് നസ്ബ് ചെയ്തിരിക്കണത്? ആർക്ക് നസ്ബ് ചെയ്തിരിക്കണത്? തുകിരിമ, ഹത്താ അൻ തുകിരിമനി എന്നുണ്ട്. അപ്പൊ രണ്ടെണ്ണമായി. അപ്പൊ എന്താ നമ്മൾ പഠിക്കണ കാര്യം എന്താ? ലാമുൽ ജറിന്റെ ശേഷവും ഹത്തന്റെ ശേഷവും വാവിന്റെ ശേഷവും ഒക്കെ മുദാരിയായ ഫീലിന് ആര് മറഞ്ഞ് നസ്ബ് ചെയ്യും? അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യും. അതിന് രണ്ടെണ്ണം പറഞ്ഞു. നമ്മൾ പറഞ്ഞു വാവ്. ആ വാവിന്റെ അർത്ഥം എന്തേക്കാരം? നമ്മൾ പഠിച്ചു കൂടെ. അപ്പൊ കൂടെ എന്ന അർത്ഥം വരുന്ന വാവിന്റെ ശേഷവും മുദാരിയായ ഫീലിന് നസ്ബ് ചെയ്യും. ഉദാഹരണം, അതാ അമ്മൽ വാവു, അപ്പോൾ വാവ്. അല്ലത്തി, എങ്ങനത്തെ വാവ്? അത് ലിൽ ജംഇ, എന്താ അർത്ഥം? ഒരുമിച്ച് കൂട്ടാനുള്ളതാണ്. ബൈന ശൈഅൈനി, ഇതിന്റെ ഇടയില് രണ്ട് വസ്തുക്കൾക്കിടയിൽ. നോക്കിക്കോളി. ഫനഹു ഖൗലിഹിം, അവരുടെ വാക്ക് പോലെ. ലാ തഅകുലിസ്സമക, എടോ നീ മത്സ്യം തിന്നരുത്. വതശ്റബൽ ലബന, പാല് കുടിക്കുന്നതോടുകൂടെ. കണ്ടാ? എന്താ അർത്ഥം? പാല് കുടിക്കുന്നതോടുകൂടെ എന്താക്കരുത്? മത്സ്യവും പാലും ഒരുമിച്ച് എന്താക്കാൻ പാടില്ല? തിന്നാൻ പാടില്ല. അവിടെ നമ്മളെ ചർച്ച ഇപ്പൊ എവിടെയാ? എവിടെ നമ്മളെ ചർച്ച? വതശ്റബ, നീ കുടിക്കുന്നതോടുകൂടെ. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് മഅയ്യത്ത്. കൂടെ എന്ന അർത്ഥം വരുന്ന വാവ് പറഞ്ഞാൽ അതാ. കാരണം ഇത് രണ്ടും ഒരുമിച്ച് കൂടാൻ പാടില്ല. മത്സ്യവും അതേപോലെ തന്നെ പാലും. നമ്മളതൊക്കെ തിന്നലുണ്ട്, അങ്ങനെ പാടില്ല എന്നാ. വത്തഖ്ദീറു, അവിടെ സങ്കൽപ്പിക്കൽ വഅൻ തശ്റബൽ ലബന എന്നാണ്. ഐ, അതായത് ലാ തുജ്മിഉ, നീ ഒരുമിച്ച് കൂട്ടരുത്. ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടയിൽ. ലാ തുജ്മിഉ എന്താ അർത്ഥം? എന്താ ലാ തുജ്മിഉ പറഞ്ഞാ? നീ എന്താ കൂട്ടരുത്. അജ്മാ യുജ്മിഉ തുജ്മിഉ, ലാ വരുമ്പോ ലാ തുജ്മിഉ, നീ ഒരുമിച്ച് കൂട്ടരുത്. ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടയില്. അപ്പൊ അതായി. അപ്പൊ എത്രണ്ണായി? മൂന്നെണ്ണായില്ലേ? ലാമുൽ ജറ്, ഹത്ത, വാവുൽ മഅയ്യ, ഇവകൾക്ക് ശേഷം അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യും. പിന്നെ നാലാമത്തേത് ഏതാ? അമ്മാ ഔ, അപ്പോൾ ഔ എന്നത് നമ്മൾ പറയണേ. ആ ഔന് എത്ര അർത്ഥം ഉണ്ടാകാം? രണ്ടർത്ഥം ഉണ്ടാകാം. ഇല്ലാ അൻ എന്നും അർത്ഥമുണ്ടാകാം. രണ്ടാമതോ
ഇലാ അൻ إلى أن ഇല്ലാ എന്ന് പറഞ്ഞാൽ ഒഴികെ എന്നാണ് അർത്ഥം. ഇലാ അൻ എന്ന് പറഞ്ഞാൽ വരെ എന്നാണ് അർത്ഥം. അതാവ അമ്മ ഔ, അപ്പോൾ ഔ എന്നത് ബിമൈന ഇല്ല അൻ, ഏതിന്റെ അർത്ഥത്തിനുള്ള? ഇല്ല അൻ എന്ന അർത്ഥത്തിനുള്ള ഔന്റെ ഉദാഹരണം ഫനഹു ഖൗലിക, നിന്റെ വാക്ക് പോലെയാണ്. ലഅൽസിമന്നക, തീർച്ചയായിട്ടും ഞാൻ നിന്നെ പിടികൂടും. എന്താണ് അർത്ഥം? ലസിമ, യൽസമു, തൽസമു, അൽസമു, ലഅൽസമന്ന. ആ നൂന് എന്തിന്റെ നൂനാ? നൂന് താക്കീത്. താക്കീത്. അപ്പൊ ലഅൽസിമന്ന, തീർച്ചയായിട്ടും ഞാൻ നിന്നെ പിടികൂടും. കാ, നിന്നെ. ഔ തുഅ്തിയനി, നീ എനിക്ക് തന്നാലൊഴികെ. ഹക്കി, എന്റെ അവകാശം തന്നാലൊഴികെ. കണ്ടോ? തന്നാലൊഴികെ ഏതർത്ഥ? ഇല്ല അൻ തുഅ്തിയനി എന്നാണ്ടാകുക. അപ്പൊ നമ്മളെ ചർച്ച എവിടെ നമ്മളെ ചർച്ച? എവിടെ നമ്മളെ ചർച്ച? ഇതില് أن تؤتي അന്നല്ല, ഔ ഔ ഔ തുഅ്തിയനി. أو تؤتي sorry അഴ്ത, യുഅ്തി, തുഅ്തി. അന്ന് വരുമ്പോ ഔ തുഅ്തിയനി, ഔന്റെ ശേഷം തുഅ്തിയ എന്ന് പറഞ്ഞ മുളാരിയായ ഫീലിന് ആര് മറിഞ്ഞ് നസ്ബ് ചെയ്തു? അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്തു. ആ ഔന്റെ അർത്ഥം എന്താണ്? ഇല്ല അൻ, ഒഴികെ. അബല അൽസിമന്നക, ഞാൻ നിന്നെ വിടാതെ പിടികൂടും. ഔ തുഅ്തിയനി, നീ എനിക്ക് തന്നാലൊഴികെ. ഹക്കി, ഏത്? എന്ത് തന്നാലൊഴികെ? എന്റെ അവകാശം നീ എനിക്ക് തന്നാലൊഴി എന്ന് പറഞ്ഞാൽ എനിക്ക് തരാനുള്ളത് തരുന്നത് വരെ ഞാൻ എൻ്റെ പിന്നാലെന്ന് പോകൂല. അതാണ് അർത്ഥം. എനിക്ക് പൈസ തരാല്ലേ, ആ പൈസ നീ എനിക്ക് തരുന്നത് വരെ ഞാൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാകും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാ ലാൽസിമന്നക, തീർച്ചയായിട്ടും ഞാൻ നിന്നെ പിടികൂടും, ഞാൻ നിന്നെ നിർബന്ധമാക്കും. ഔ തുഅ്തിയനി, നീ എനിക്ക് തന്നാലൊഴികെ. ഹക്കി, എൻ്റെ അവകാശം. അപ്പൊ നമ്മളെ ചർച്ച ഇല്ല അൻ എന്ന അർത്ഥത്തിനുള്ള ഔന്റെ ശേഷം എവിടെ നസ്ബിട്ടിയത്? എവിടെ നസ്ബിട്ടിയത്? നസ്ബിട്ടിയ സ്ഥലം ഒന്ന് വായിച്ചാട്ടെ. അതന്നെ. ഇനിതാ അതിന് ഖുർആന്റെ ആയത്തിതാ. ഖാലല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞു, ലൈസ ലക മിനൽ അംരി ശൈഉൻ, നബിയെ കാര്യങ്ങളിൽ ഒന്നും തന്നെ തങ്ങൾക്കില്ല. ഔ യതൂബ അലൈഹിം, അവരുടെ മേൽ പശ്ചാത്തപിച്ചാൽ ഒഴികെ. പശ്ചാത്തപിച്ചാൽ ഒഴികെ. പശ്ചാത്തപിച്ചാൽ ഒഴികെ പറഞ്ഞാൽ എന്താ? പശ്ചാത്തപിച്ചാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല. അതാ ലൈസ ലക, നബിയെ നിങ്ങൾക്കില്ല. മിനൽ അംരി, ഏതിൽ നിന്ന്? കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കില്ല. ഷൈഉൻ, യാതൊന്നുമില്ല. ഔ യതൂബ അലൈഹിം, അവർ പശ്ചാത്തപിച്ചാൽ ഒഴികെ. നമ്മളെ ചർച്ച എവിടെ നമ്മളെ ചർച്ച? أو يتوب ഔ أو യതൂബ. يتوب യതൂബ പറഞ്ഞ ഔ എന്നതിന് ശേഷം യതൂബ എന്നുള്ളതിന് അന്ന് മറഞ്ഞ് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. ആ ഔന്റെ അർത്ഥം ഇല്ല അൻ, ഒഴികെ എന്നർത്ഥമാണ്. അല്ലെങ്കിൽ അവന് എന്തിന്റെ അർത്ഥിക്കാൻ എന്നാ പറഞ്ഞേ? ഇത് ഇല്ല അൻ. ഇനി രണ്ടാമതോ? إلى അൻ. ഇല അൻ, ആ അവന്റെ അർത്ഥം നീക്കാരം വരെ നീക്കാരം. അതാ വയജൂസു അൻ യകൂന ഔ ആയിരിക്കൽ അനുവദനീയമാണ്. ബിമഅന ഇലാ, ഏതിന്റെ അർത്ഥത്തിനും വരാ? ഇലാ അന്നിന്റെ അർത്ഥത്തിനും വരാ. ഏതിന്റെ അർത്ഥത്തിനും വരാ? ഇലാ അന്ന അർത്ഥത്തിനും വരാ. കഖൗലിഹി സാതിലൂബു ഇൽമൻ ഔ അമൂത ബിബൽദത്തിൻ
ഫലാ ബുദ്ദ മിൻ ശർഖിൽ ബിലാദി വഗർബിഹാ സഅത്ലുബു എന്താർത്ഥം ത്വലബ തേടി യത്ലുബു തേടും അത്ലുബു ഞാൻ തേടും അപ്പൊ എന്താർത്ഥം സഅത്ലുബു ഞാൻ പിന്നീട് തേടും തേടും ഇൽമൻ എന്തിനെ തേടും അറിവിനെ തേടും ഏതുവരെ ഔ അമൂത ഞാൻ മരിക്കുന്നത് വരെ എന്താവും അമൂത്ത പറഞ്ഞ മരണം വരെ ഞാന് മാത യമൂത്തു തമൂത്തു അമൂത്തു ഔ അമൂത ഞാൻ മരിക്കുന്നത് വരെ വിജ്ഞാനം തേടും നമ്മളെ ചർച്ച എവിടെ ഔ അമൂത ഇലാ അപ്പൊ സഅത്ലുബു ഇൽമൻ ഇലാ അൻ അമൂത എന്നാണ് അവിടെ ഉണ്ടാകുക എന്താ ഉണ്ടാകുക ഇലാ അൻ അമൂത ആ ഇലാ അൻ എന്നതിന്റെ അർത്ഥമാണ് ആർക്കുള്ളത് എന്നതിനുള്ളത് അതാ സഅത്ലുബു പിന്നീട് ഞാൻ ആവശ്യപ്പെടും ഇൽമൻ വിജ്ഞാനം ഏതുവരെ ഔ അമൂത ഞാൻ മരിക്കുന്നത് വരെ ബിബൽദത്തിൻ ഒരു നാട്ടിൽ വെച്ച് മരിക്കുന്നത് വരെ ഞാൻ ഏത് തേടും വിജ്ഞാനം തേടും വലാ ബുദ്ദ മിൻ ശർഖിൽ ബിലാദി വഗർബിഹാ വലാ ബുദ്ദ അത്യാവശ്യമാണ് മിൻ ശർഖിൽ ബിലാദി കിഴക്കൻ നാടുകളും വഗർബിഹാ പടിഞ്ഞാറൻ നാടുകൾക്കും അത്യാവശ്യമാണ് വിജ്ഞാനം ആവശ്യമാണ് എന്നാ പറയണേ നമ്മളെ വിഷയം ഇപ്പൊ എവിടെയാണ് ഔ അമൂത ഔ എന്ന അക്ഷരം ചെയ്തു ആ ഔ എന്നതിന്റെ അർത്ഥം ഇല്ല അൻ എന്നല്ല പിന്നെ ഏതാണ് അതന്നെ ഇത് കാണാതെ പഠിച്ചേക്ക ഖുർആനില് പുട്ടിന് തേങ്ങടണ മാതിരി വരലുണ്ട് ഇതൊക്കെ ആളുകളെ കുറെ ഇല്ലല്ലോ എവിടെ പോയി ആളുകളൊക്കെ